101 റെഡ് ഇന്ത്യൻ നാടോടിക്കഥകൾ. കഥ പുനരാഖ്യാനം ശൂരനാട് രവി. ശബ്ദം നൽകുന്നത് ശഷ്മ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. അണ്ടക്കാക്ക കറുത്തുപോയതെങ്ങനെ? മൂങ്ങയും അണ്ടക്കാക്കയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ചങ്ങാതിമാരായാൽ പിന്നെ കൊടുക്കലും വാങ്ങലും കൂടുമല്ലോ. ഒരു ദിവസം അണ്ടക്കാക്ക ഒരു പുതിയ ഉടുപ്പ് തയ്പ്പിച്ചു. ആ ഉടുപ്പിന് കറുത്ത പുള്ളിയും വെളുത്ത പുള്ളിയുമുണ്ടായിരുന്നു. അണ്ടക്കാക്ക ഉടുപ്പും കൊണ്ട് മൂങ്ങയുടെ വീട്ടിൽ ചെന്നു. അണ്ടക്കാക്ക പറഞ്ഞു, മൂങ്ങേ മൂങ്ങേ മൂങ്ങച്ചേച്ചി, ദേണ്ടൊരു പുള്ളിയുടുപ്പ്. മൂങ്ങച്ചേച്ചിക്ക് സന്തോഷമായി. നല്ലൊരു പുള്ളിയുടുപ്പ്, കൊള്ളാം പുള്ളിയുടുപ്പ്. മൂങ്ങച്ചേച്ചി പുള്ളിയുടുപ്പിട്ട് സന്തോഷിച്ചു. പിന്നെ മൂ മൂ എന്ന് പാടി. പകരം എന്തെങ്കിലും കൊടുക്കണ്ടേ? പകരം എന്തെങ്കിലും മതിയോ? ഇങ്ങോട്ട് തന്നതിനേക്കാൾ കൂടുതൽ വേണമല്ലോ. പകരമായി അണ്ടക്കാക്കയ്ക്ക് തിമിംഗലത്തിന്റെ എല്ലുകൊണ്ടുള്ള ഒരു ജോഡി മെതിയടിയും ഒരു വെള്ളയുടുപ്പും കൊടുത്തു. ചെരുപ്പിടാൻ ചെന്നപ്പോൾ അണ്ടക്കാക്ക നിന്ന് തുള്ളി. ഉടുപ്പിടാൻ ചെന്നപ്പോൾ അണ്ടക്കാക്ക നിന്ന് കുലുങ്ങി. അതുകൊണ്ട് മൂങ്ങയ്ക്ക് കലിവന്നു. ചെരുപ്പിടാൻ കഴിഞ്ഞില്ല, ഉടുപ്പും ഇടാൻ കഴിഞ്ഞില്ല. ഒരടക്കവും ഒതുക്കവുമില്ലാതെ ഇങ്ങനെ തുള്ളിച്ചാടുന്നത് ശരിയാണോ? പലതവണ നോക്കിയിട്ടും ഒരിടത്തിരിക്കാതെ ചാടിക്കളിക്കുന്ന അണ്ടക്കാക്കയ്ക്ക് ചെരുപ്പും ഉടുപ്പും ഇട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ല. മൂങ്ങയ്ക്ക് ദേഷ്യം വന്നു. അടുത്തിരുന്ന ഒരു തിമിംഗല വിളക്ക് മൂങ്ങയെടുത്തു. അത് നിറയെ തിമിംഗലത്തിന്റെ എണ്ണയായിരുന്നു. വിളക്ക് തുറന്ന് ആ കറുത്ത എണ്ണ മുഴുവൻ മൂങ്ങ അണ്ടക്കാക്കയുടെ ശരീരത്തൊഴിച്ചു. അണ്ടക്കാക്ക അപ്പോൾ ഒരു കരച്ചിൽ. ക്രോ ക്രോ മൂങ്ങച്ചേച്ചി, കഷ്ടമിതെന്തൊരു പണിയാണ്. അണ്ടക്കാക്ക ആകെ കറുത്തു. എന്തായാലും അന്നു മുതൽ അണ്ടക്കാക്ക കരി പോലെ കറുത്തുപോയി. പിന്നെ ഇതുവരെ അത് വെളുത്തിട്ടില്ല. ക്രോ ക്രോ, അണ്ടക്കാക്ക കറുത്തുപോയി അന്നു മുതൽ. കഥ ഒണോട്ടായിലെ വെള്ളനിറമുള്ള മാൻ. ഇത് ഒരു വെള്ളനിറമുള്ള മാനിന്റെ കഥയാണ്. ഒണോട്ടായ്ക്ക് സമീപമുള്ള ബക്ഷിയർ കുന്നുകളിൽ കുറേ ഗ്രാമീണർ താമസിച്ചിരുന്നു. അവരുടെ ഗ്രാമത്തിൽ ഇടയ്ക്കിടെ ഒരു വെള്ളനിറമുള്ള മാൻ വിരുന്നുവരിക പതിവായിരുന്നു. വെള്ളനിറമുള്ള മാൻ നാട്ടിലിറങ്ങുന്നത് നാടിന് നല്ലതാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആരും ആ മാനിനെ ഉപദ്രവിക്കുകയില്ല. കണ്ടാൽ ആർക്കും നല്ല കൗതുകമുള്ള മാൻ എല്ലാവർക്കും എന്നും ഒരു സന്തോഷമായിരുന്നു. ഒരിക്കൽ ഒരു പ്രായമുള്ള പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഈ വെള്ളനിറമുള്ള മാൻ നാട്ടിൽ വെള്ളം കുടിക്കാൻ വരുന്നത് നാടിന് നല്ലതാണ്. ഭക്ഷണത്തിന് ക്ഷാമം വരികയില്ല, മഹാരോഗങ്ങളുണ്ടാകുകയില്ല, ശത്രുക്കൾ നാടിനെ ആക്രമിക്കുകയില്ല. ആ പ്രവാചകൻ പറഞ്ഞത് വളരെ ശരിയായിരുന്നു. കഴിഞ്ഞ ഒരു വേനൽക്കാലത്ത് ആ വെള്ളമാൻ വീണ്ടും നാട്ടിൽ വന്നു. അന്നു നല്ല വിളവെടുപ്പായിരുന്നു. അതിനോടൊപ്പം അതിന്റെ വെളുത്ത കുട്ടിയുമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ ഒരു കുട്ടിക്ക് പോലും രോഗമോ മരണമോ ഉണ്ടായില്ല. ഒരു വിദേശി ഒരിക്കൽ അവിടേക്ക് സൈന്യവുമായി വന്നു. അയാൾ വെള്ളമാനിനെപ്പറ്റി കേട്ടു. തന്റെ രാജാവിനെ കാഴ്ചവെക്കുവാൻ അതിന്റെ തോൽ വേണമെന്ന് അയാൾ പറഞ്ഞു. പക്ഷേ അവരുടെ നാടിന്റെ ഐശ്വര്യമായ ആ മാനിനെ കൊല്ലുവാൻ അവർ അനുവദിച്ചില്ല. എന്നാൽ ഓണ്ടോ എന്ന ഒരു ഗ്രാമീണനെക്കൊണ്ട് ആ മാനിനെ കൈവശപ്പെടുത്തി അതിനെ കൊന്ന് അതിന്റെ തോൽ ആ വിദേശി കൊണ്ടുപോയി. പക്ഷെ അയാൾ വഴിക്കുവെച്ചു മരിച്ചു. മാനിനെ പിടിച്ചുകൊടുത്ത ഓണ്ടോ പിന്നീട് കരഞ്ഞു കരഞ്ഞു മരിച്ചു. ആ വെളുത്ത മാനിന്റെ മരണത്തോടുകൂടി ആ നാട്ടിൽ യുദ്ധവും പട്ടിണിയും രോഗങ്ങളുമുണ്ടായി. വളരെ കുറച്ചു നാളുകൾക്കുള്ളിൽ ഒണോട്ടായിലുള്ള എല്ലാ വീടുകളും വിദേശികൾ പൊളിച്ചുകളഞ്ഞു. അവിടുത്തെ ഗ്രാമീണരെ വിദേശികൾ പിടിച്ചുകെട്ടി വേലിക്കെട്ടിനകത്താക്കി. ആ വെളുത്തമാനിന്റെ മരണം എത്ര അപകടമാണ് ഒണോട്ടായിക്ക് വരുത്തിവെച്ചത്. പാവപ്പെട്ട മൃഗങ്ങളെ ഒരിക്കലും കൊല്ലരുത്. അത് നാടിനെ അപകടത്തിലാക്കും. കഥ മനുഷ്യൻ
Sample complete. Ready to continue?